Hi all, welcome to our YouTube channel Let's Smile PSC. നമ്മൾ ഇംഗ്ലീഷ് മാസ്റ്റർ ക്ലാസ്സിന്റെ ഡേ 3 ആണ് ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഓൾറെഡി ടൈപ്പ് ഓഫ് സെന്റൻസ് അതുപോലെ തന്നെ പാർട്സ് ഓഫ് സ്പീച്ച് രണ്ടും ചെയ്തിട്ടുണ്ട്. ഇതിന് കണ്ടിട്ടില്ലാത്തവര് തീർച്ചയായും പോയി ആ ഒരു ക്ലാസ് കൂടെ കാണുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നവര് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിന്റെ ടോപ്പിക് എന്ന് പറയുന്നത് സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് എന്നുള്ളതാണ്. ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്നാൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു പാഠഭാഗമാണ് സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് എന്നുള്ളത്. വളരെ കുറച്ച് റൂളുകൾ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഉത്തരം കണ്ടെത്താൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഈ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് എന്ന് പറയുന്ന ഒരു പാഠഭാഗത്ത് നിന്ന് വരികയുള്ളൂ. സോ ലെറ്റ്സ് ബിഗിൻ. ഓക്കെ, നമ്മൾ സബ്ജക്ട് വെർബ് എഗ്രിമെന്റിൽ നമുക്ക് കുറച്ച് റൂൾസ്, ബേസിക് റൂളുകൾ ഉണ്ട്. ആ റൂളുകൾ നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് അതിനുള്ള ആൻസേഴ്സ് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. ബേസിക് റൂൾ ഒന്ന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഹി ഈറ്റ്സ് മാംഗോസ് എന്നും ദേ ഈറ്റ് മാംഗോ എന്നുമാണ് വരിക. അവിടെ നോക്കൂ, ഹീയും ദേയുമാണ് നോക്കുന്നത്, അതാണ് സബ്ജക്റ്റ്. മാംഗോസ് അല്ല അവിടെ സബ്ജക്റ്റ്. സബ്ജക്റ്റ് നമ്മൾ ആദ്യമുള്ളതാണ് നമ്മുടെ സബ്ജക്റ്റ്. സെന്റൻസിന്റെ ആദ്യമുള്ള ഭാഗത്തെയാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പം ഹി എന്ന് പറയുന്നതും ദേ എന്ന് പറയുന്നതുമാണ് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള എന്ത് സബ്ജക്റ്റുകൾ. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് റെസ്പെക്റ്റീവ് ആയിട്ട് ഹി എന്ന് പറയുന്ന സിംഗുലർ സബ്ജക്റ്റിന് ഈറ്റ്സ് എന്ന് പറയുന്ന സിംഗുലർ വെർബും ദേ എന്ന് പറയുന്ന പ്ലൂരൽ സബ്ജക്റ്റിന് ഈറ്റ് എന്ന് പറയുന്ന പ്ലൂറൽ വെർബുമാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ നമുക്ക് താഴേക്കുള്ള എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ദ ക്യാറ്റ് ആൻഡ് ദ ക്യാറ്റ്, ഇത് രണ്ടാണ് അല്ലെ. ഒന്ന് ക്യാറ്റ് എന്നുള്ളതാണ്, മറ്റേത് ഒന്ന് ക്യാറ്റ് ആണ്, അടുത്തത് ക്യാറ്റ്സ് ആണ്. നമുക്കറിയാം ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു നൗണിനെ സംബന്ധിച്ചിടത്തോളം എസ് ചേരുമ്പോഴാണ് പ്ലൂറൽ ആവുക. സോ ക്യാറ്റ് എന്ന് പറയുന്നത് സിംഗുലറും ക്യാറ്റ്സ് എന്ന് പറയുന്നത് പ്ലൂരലുമാണ്. ഓക്കെ, അപ്പം ഇതിലുള്ള വെർബ് സ്ലീപ്പും, സ്ലീപ്പ് എന്ന് പറയുന്ന വെർബാണ്. ഓക്കെ, അപ്പം ഒന്നാമത്തെ സെന്റൻസിൽ ദ ക്യാറ്റ് എന്നുള്ളിടത്ത് അത് സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് അതിന്റെ വെർബ് സ്ലീപ്പ് എന്നുള്ളത് സ്ലീപ്സ് എന്നുള്ള സിംഗുലർ വെർബായിട്ട് വേണം നമ്മൾ എഴുതാൻ. അതാണ് കറക്റ്റ്. അതുപോലെ തന്നെ രണ്ടാമത്തെ സെന്റൻസിലുള്ള ക്യാറ്റ്സ് എന്ന് പറയുന്നത് പ്ലൂരൽ ആയതുകൊണ്ട് നമ്മൾ അതിനോട് ചേർക്കുന്ന വെർബ് സ്ലീപ്പ് എന്ന് പറയുന്ന പ്ലൂരൽ വെർബായിരിക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? ഇനി നമ്മൾ അടുത്തൊരു റൂളിലേക്ക് പോവാണ്. നമ്മൾ സാധാരണയായിട്ട് ഒന്നിലധികം സബ്ജക്റ്റുകൾ ഉള്ള സെന്റൻസുകൾ ഉണ്ടാവാറുണ്ട്. ഒന്നിലധികം സബ്ജക്റ്റുകളെ ആൻഡ് എന്ന് പറയുന്ന ഒരു വേർഡ് കൊണ്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു സെന്റൻസ് ആണെങ്കിൽ അത്തരത്തിലുള്ള സെന്റൻസുകളിലെ വെർബ് പ്ലൂരൽ വെർബ് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ താഴെ പറഞ്ഞിട്ടുണ്ട്, ടോം ആൻഡ് ജെറി, രണ്ടു പേരാണ് അല്ലെ. ടോമും സിംഗുലർ ആണ്, ജെറിയും സിംഗുലർ ആണ്. പക്ഷെ ഇതിന്റെ ഈ ടോമിനെയും ജെറിനെയും ബന്ധിപ്പിച്ചിരിക്കുന്നത് ആൻഡ് എന്ന് പറയുന്ന വാക്കുകൊണ്ടാണ്. അതായത് ടോമും ജെറിയും. ടോമും ജെറി എന്ന് പറഞ്ഞാൽ എത്ര പേരായി? രണ്ടു പേരായില്ലേ. സോ അതെന്തായിട്ട് മാറും? അതൊരു പ്ലൂരൽ സബ്ജക്റ്റ് ആയിട്ട് മാറും. ടോമും ജെറിയും എന്ന് പറയുമ്പോൾ രണ്ടു പേരായി, അതുകൊണ്ട് അതൊരു പ്ലൂരൽ സബ്ജക്റ്റ് ആയിട്ട് മാറും. അതുകൊണ്ട് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വെർബ് ആറാണ്. അത് പ്ലൂരൽ വെർബാണ് അല്ലെ. നമ്മൾ ഈസ് എന്ന് പറയുമ്പോൾ ഒരാളെ ഉള്ളെങ്കിൽ നമ്മൾ ഈസ് എന്ന് പറയും. ഒന്നിലധികം ആളുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ആറാണ് ഉപയോഗിക്കുക അല്ലെ. ഒന്നിലധികം സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ആറെന്ന് ഉപയോഗിക്കും. അപ്പം ഈസ് ഒരു സിംഗുലർ വെർബാണ്, ആർ എന്ന് പറയുന്നത് ഒരു പ്ലൂരൽ വെർബാണ്. അപ്പം ടോം ആൻഡ് ജെറി എന്നുള്ളത് ഒരു പ്ലൂരൽ സബ്ജക്റ്റ് ആയതുകൊണ്ട് ആർ എന്ന് പറയുന്ന പ്ലൂരൽ വെർബ് നമ്മൾ ഉപയോഗിച്ചു. ഓക്കെ, സോ സെന്റൻസ് ബിക്കം ടോം ആൻഡ് ജെറി ആർ ഫ്രണ്ട്സ് എന്ന് ആകും. ഓക്കെ അല്ലേ? നമുക്ക് അടുത്തൊരു റൂളിലേക്ക് പോവാം. അടുത്ത ഒരു റൂളാണ് എയ്തർ ഓർ, നെയ്തർ, നോർ പോലുള്ള കണക്ടേഴ്സ് ഉപയോഗിക്കുമ്പോൾ നമ്മളറിയാം എയ്തറിന്റെ കൂടെ എപ്പോഴും നമ്മൾ ഓർ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. എയ്തറിന്റെ കൂടെ നമുക്ക് കാണാം, എയ്തറിന്റെ കൂടെ നമ്മൾ ഓറും നെയ്തറിന്റെ കൂടെ നമ്മൾ നോറുമാണ് ചേർക്കുക. ബിക്കോസ് നമുക്ക്
ഓർത്തിരുന്നാൽ മതി. നെയ്തറിന്റെ കൂടെ ഇവിടെ ഒരു എൻ ഉണ്ടല്ലോ, ഇവിടെ എൻ ഉള്ളത് കൊണ്ട് ഇവിടെ നമ്മളൊരു എൻ ചേർത്തു, ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇവിടെ എയ്തറിന് എൻ ഉണ്ടോ മുമ്പില്, അതുകൊണ്ട് അവിടെ ഇപ്പറയും എന്നില്ല. ഈ രീതിയിൽ ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അപ്പം എയ്തർ എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കും. എയ്തറിന്റെ കൂടെ നമ്മൾ ഓർ ഉപയോഗിക്കും, നെയ്തറിന്റെ കൂടെ നമ്മൾ നോർ ഉപയോഗിക്കും. ഇനി നമ്മൾ ഒരു സെന്റൻസിൽ എയ്തർ ഓറോ നെയ്തർ നോറോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വെർബ്, അത് വെർബ് എവിടെയാണോ അതിന് തൊട്ടടുത്തുള്ളത് സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ നോക്കി അതിനനുസരിച്ചുള്ള വെർബാണ് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ, either the teacher or the students are attending എന്നാണ് പറഞ്ഞുള്ളത്. either the teacher, ടീച്ചറോ കുട്ടികളോ എന്നാണ് പറയുന്നത്. അപ്പം ടീച്ചറോ കുട്ടികളോ എന്നുള്ളതിൽ അവിടെ വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് കാണാം, ഇവിടെ നമ്മൾ ആറാണ് ഉപയോഗിച്ചിരുന്നത്. ബിക്കോസ് ഇതാണ് വെർബായിട്ട് നമ്മൾ അല്ലെ, ഇവിടെ ഇതാണ് നമ്മൾ വെർബായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വെർബിന് തൊട്ടടുത്തുള്ള വാക്ക് ഏതാ? സ്റ്റുഡൻസ് എന്നുള്ളതാണ് അല്ലെ. അപ്പം സ്റ്റുഡൻസ് എന്ന് പറയുന്നത് എന്താണ്? പ്ലൂരൽ ആണ്. അതുകൊണ്ട് നമ്മൾ അവിടെ ആർ ഉപയോഗിച്ചു. നമുക്ക് തൊട്ട് താഴെയുള്ളതിലേക്ക് വരാം. നെയ്തർ ദ ബോയ്സ് നോർ ദ ഗേൾ എന്നാണ് വന്നിട്ടുള്ളത്. അപ്പൊ ബോയ്സ് എന്ന് പറയുന്നത് പ്ലൂരൽ ആണ്, ഗേൾ എന്ന് പറയുന്നത് സിംഗുലർ ആണ്. അതിനോട് അടുത്താണ് എന്തുള്ളത്? ഈസ് എന്ന് പറയുന്ന വെർബ് ഉള്ളത്. അപ്പം വെർബിനോട് അടുത്തുള്ളത് എന്താണ്? ഗേൾ ആണ്. ഗേൾ എന്താണ്? സിംഗുലർ ആണ്. അതുകൊണ്ട് നമ്മളിവിടെ ഈസ് ഉപയോഗിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് റൂൾ നമ്പർ 4ലേക്ക് പോവാണ്. നമ്മൾ പ്രൊനൗണുകളിൽ ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതായത് നമുക്ക് കൃത്യമായിട്ട് എത്രയാണ് നമ്പർ എന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ. എവ്രി വൺ എന്ന് നമ്മൾ പറഞ്ഞാൽ കൃത്യമായിട്ടൊരു നമ്പർ ഉണ്ടോ? എല്ലാവരും എന്നേ ഉള്ളൂ. ഓക്കെ, ഈച്ച് എന്ന് പറഞ്ഞാലും കൃത്യമായിട്ട് നമ്പർ, എല്ലാ ആളുകളും എന്നുള്ള അർത്ഥമാണ്. സംവൺ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരാൾ എന്നുള്ള അർത്ഥമാണ്. എനിബഡി എന്ന് വെച്ചാൽ എല്ലാവരും എന്നുള്ള അർത്ഥം. ഈ എവ്രി വൺ, ഈച്ച്, സംവൺ, എനിബഡി, ഈ 4 കാര്യങ്ങൾ നമ്മളുടെ സബ്ജക്റ്റിൽ വരുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ സിംഗുലർ ആയിട്ടാണ് കണക്കാക്കുക. എവ്രി വൺ, ഈച്ച്, സംവൺ, എനിബഡി എന്നിവയെ നമ്മൾ സിംഗുലർ ആയിട്ടാണ് കണക്കാക്കുക. അതുപോലെ തന്നെ ഫ്യൂ, മെനി, ബോത്ത്, സെവറൽ പോലുള്ള വാക്കുകളെ നമ്മൾ പ്ലൂരൽ ആയിട്ടാണ് കണക്കാക്കുക. ഓക്കെ, അതായത് ഒരു പെർട്ടിക്കുലർ സെന്റൻസിൽ എവ്രി വണ്ണോ ഈച്ചോ സംവണോ എനിബഡിയോ ഒക്കെയാണ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നതെങ്കിൽ അതിന്റെ വെർബ് സിംഗുലർ ആയിരിക്കും. അതുപോലെ തന്നെ ഒരു സെന്റൻസിൽ ഫ്യൂ, മെനി, ബോത്ത്, സെവറൽ പോലുള്ള വാക്കുകളാണ് സബ്ജക്റ്റ് ആയിട്ടുള്ളതെങ്കിൽ അതിനോട് കൂടി ഉണ്ടാകുന്ന വെർബ് എപ്പോഴും പ്ലൂറൽ ആയിരിക്കും. നമുക്ക് എക്സാമ്പിൾ ആയിട്ട് നോക്കാം. ഇവിടെ നമുക്ക് കാണാം, ഒന്നാമത്തെ സെന്റൻസിൽ ഈച്ച് ആണ്, രണ്ടാമത്തെ സെന്റൻസിൽ ഫ്യൂ ആണ്. ഇനി ഈ 2 സെന്റൻസിലുമുള്ള വെർബുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ സെന്റൻസിലെ വെർബ് ഈസ് എന്ന് പറയുന്ന വെർബാണ്, രണ്ടാമത്തെ സെന്റൻസിലെ വെർബ് ആർ എന്ന് പറയുന്ന വെർബാണ് അല്ലെ. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഈച്ച് വന്നു കഴിഞ്ഞാൽ അത് സിംഗുലർ ആയിട്ട് നമ്മൾ കണക്കാക്കണം. അപ്പം ഈച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സെന്റൻസിലെ വെർബ് സിംഗുലർ ആയിട്ട്, സിംഗുലർ ഈസ് എന്നുള്ളത് വന്നു. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫ്യൂ, മെനി, ബോത്ത്, സെവറൽ വന്നാൽ പ്ലൂരൽ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ ഫ്യൂ എന്ന് വന്നിട്ടുണ്ട്. ഫ്യൂവിന്റെ കൂടെ നമ്മൾ എന്താ ഉപയോഗിക്കുള്ളൂ? പ്ലൂരൽ വെർബുകളെ ഉപയോഗിക്കുകയുള്ളൂ. അതുകൊണ്ട് അവിടെ നമ്മൾ 6 ചേർത്തു. ഇത് ഇപ്പോൾ തന്നെ പഠിച്ചു പോകുക. എവരി വൺ, ഈച്ച്, സംവൺ, എനിബഡി എന്നുള്ളത് സിംഗുലറും ഫ്യൂ, മെനി, ബോത്ത്, സെവറൽ എന്നുള്ളത് പ്ലൂരലും ആയിരിക്കും. ഓക്കെ, ഇനി മറ്റൊരു റൂളാണ്, ബേസിക് റൂൾ നമ്പർ 5. നമ്മൾ കളക്റ്റീവ് നൗൺസ് ആണ് വരുന്നതെങ്കിൽ, കളക്റ്റീവ് നൗണുകൾ വരുന്ന സമയത്ത് നമ്മൾ ആ സെന്റൻസിൽ ഉപയോഗിച്ചിരിക്കുന്നതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മൾ സെന്റൻസിന്റെ അർത്ഥം മനസ്സിലാക്കിയതിന് ശേഷം സിംഗുലർ വേണമോ പ്ലൂറൽ വേണമോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. കളക്റ്റീവ് നൗൺ എന്താണെന്ന് അറിയാലോ? ഗ്രൂപ്പ് നൗണുകളെയൊക്കെ കൂടി ചേർന്ന ഒരു ഗ്രൂപ്പ് ഓഫ് നൗണുകൾ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ കൂട്ടി വിളിക്കുന്ന ഒരു പേരാണ്. ഫോർ എക്സാമ്പിൾ, ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ നമ്മൾ പറയും, ടീം ഓഫ് ഡോക്ടേഴ്സ് എന്ന് പറയും, കമ്മിറ്റി ഓഫ് എക്സിക്യൂട്ടീവ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. അപ്പൊ അതുപോലെ അങ്ങനെയുള്ള സാധനങ്ങൾ വരുമ്പോൾ നമ്മൾ ആദ്യം എന്താണ് തന്നിരിക്കുന്നതെന്ന് വായിക്കണം. ഓക്കെ, അങ്ങനെ ആ നമുക്ക് തന്നിരിക്കുന്ന സാധനം ഇതിൽ നമ്മൾ വെർബ് സിംഗുലർ വേണോ പ്ലൂറൽ വേണോ എങ്ങനെയാ മനസ്സിലാക്കുക? ആ ഒരു പെർട്ടിക്കുലർ കളക്റ്റീവ് നൗൺ ഒരു യൂണിറ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ സിംഗുലർ ആയിട്ട് ഉപയോഗിക്കും. ഫോർ എക്സാമ്പിൾ, ദ ടീം വിൻസ് ദ മാച്ച്. ഇവിടെ ടീം എന്ന് പറയുന്നത് എന്താണ്? അതൊരു കളക്റ്റീവ് നൗൺ ആണ്. കളക്റ്റീവ് നൗൺ അവിടെ
ടീം എന്ന് പറയുന്നത് ഓരോരുത്തരെയും അല്ല, അപ്പൊ ഒരുപാട് പേര് കൂടിയിട്ട് ഒരു യൂണിറ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് അല്ലെ. അപ്പൊ ടീം വിൻസ് ദ മാച്ച്, അവിടെ നമ്മള് നമ്മുടെ വെർബ് എന്താക്കി മാറ്റി, സിംഗുലർ ആക്കി മാറ്റി. സോ ടീം എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ വെർബ് സിംഗുലർ ആയിട്ട് മാറിയത്. ഇനി നമ്മൾ അതേ സെയിം സാധനം നമ്മൾ മറ്റൊരു എക്സാമ്പിൾ നോക്കിയാൽ ദ ടീം ആർ ആർഗ്യൂയിങ് എമംഗ് ദംസെൽഫ്. ഓക്കെ, എന്താണ് ഇവിടെ ടീം ആർഗ്യൂയിങ് എമംഗ് ദംസെൽഫ് എന്ന് ചോദിച്ചാൽ അവിടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആളുകളാണ്. അതായത് ഒരു വ്യക്തിയും മറ്റൊരു വ്യക്തിയും തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ടീം എന്നുള്ള രീതിയിലാണ് പറയുക. അത് യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയോടല്ലല്ലോ, മറ്റൊരു വ്യക്തിയോടല്ലേ, അതൊരു പ്ലൂറൽ ഫോം ആയിട്ടാണ്. അതൊരു ആ ഒരു ടീം എന്ന് പറയുന്നത് ഇൻഡിവിജ്വലിനെ റെഫർ ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആർ എന്ന് പറയുന്ന പ്ലൂറൽ വെർബ് ഉപയോഗിക്കണം. ഇനി നമ്മൾ ചില പ്രശ്നങ്ങളുണ്ട് ഇതിൽ നമ്മൾ കോമൺ ആയിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. നമ്മളിങ്ങനെ ഇതിങ്ങനെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്, ചില തെറ്റുകൾ ഉണ്ടാവാം. ഒന്നാമത്തെ സാധനമാണ് ഈ ന്യൂസ് എന്ന് പറയുന്നത്. ഈ ന്യൂസ് എന്ന് പറയുന്നത് അവസാനം ഒരു എസ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് അതൊരു പ്ലൂറൽ അല്ല. ന്യൂസ് എന്താണ്, ന്യൂസ് ഒരു സിംഗുലർ ആണ്. അതുകൊണ്ട് ന്യൂസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ എന്ത് എഴുതാൻ പാടുള്ളൂ, ഈസ് മാത്രമേ എഴുതാൻ പാടുള്ളൂ. ന്യൂസ് ആർ പറയാൻ വേണ്ടി പാടില്ല. ബിക്കോസ് ന്യൂസ് എന്ന് പറയുന്നത് ഒരു കളക്റ്റീവ് നൗൺ ആണ്, പക്ഷെ അതൊരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമുക്കതിന് എന്ത് പറയാം, അത് അവിടെ നമ്മൾ ഈസ് ചേർക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തതാണ് ദ ലിസ്റ്റ് ഓഫ് ഐറ്റം ഓൺ ദ ഡെസ്ക് എന്ന് പറയുന്ന ഒരു സെന്റൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാം, ഇവിടെ ഒരു ലിസ്റ്റും ഉണ്ട്, ഒരു ഐറ്റംസും ഉണ്ട്. നമുക്കറിയാം ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു സിംഗുലർ വേർഡാണ്, ഐറ്റംസ് എന്ന് പറയുന്നത് ഒരു പ്ലൂറൽ വേർഡാണ് അല്ലെ. പക്ഷെ നമ്മൾ ഇവിടുത്തെ നമ്മുടെ വെർബ് ഈസ് ആണ് വന്നിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ ലിസ്റ്റ് ഓഫ് ഐറ്റം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ ഐറ്റത്തിനേക്കാൾ കൂടുതൽ പ്രാധാന്യം ലിസ്റ്റിനാണ്. നമ്മുടെ സബ്ജക്ട് എന്ന് പറയുന്നത് ലിസ്റ്റ് ആണ്. അപ്പം അതുകൊണ്ട് ലിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, അതൊരു സിംഗുലർ വേർഡാണ്. അതുകൊണ്ട് നമ്മളവിടെ ഓണിന് മുൻപായിട്ട് ഈസ് ആണ് ചേർക്കുന്നത്, ആറല്ല. ഓക്കെ, അടുത്താണ് ദ ബൊക്കെ ഓഫ് റോസസ് എന്നുള്ളത്. ഓക്കെ, ബൊക്കെ ഓഫ് റോസസ്. ഓക്കെ, ബൊക്കയുടെ സ്പെല്ലിംഗ് പഠിച്ചോളൂ, BOUQUET ആണ് ബൊക്കയുടെ സ്പെല്ലിംഗ് കേട്ടോ. ഓക്കെ, അപ്പം ബൊക്കെ ഓഫ് റോസസ് എന്ന് പറയുന്നത് നോക്കൂ, അതിനുശേഷമുള്ള വെർബ് എസ് ചേർത്തിട്ടുള്ള ഒരു സിംഗുലർ വെർബാണ്. പക്ഷെ ഇവിടെ ഉള്ളത് റോസസ് എന്നാണ്. എന്തുകൊണ്ടാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം സാധനമാണ്. ബൊക്കെ ഓഫ് റോസസ് എന്നാണ് പറയുന്നത്. നമ്മുടെ സബ്ജക്ട് എന്ന് പറയുന്നത് ബൊക്കെയാണ്. അതിനുള്ള റോസ് എന്നുള്ള അർത്ഥത്തിൽ മാത്രമാണ് അവിടെ റോസസ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബൊക്കെ എന്നുള്ളതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അതുകൊണ്ട് ബൊക്കെ എന്നുള്ളത് സിംഗുലർ ആയതുകൊണ്ട് നമ്മുടെ വെർബും സിംഗുലർ ആവും. ഓക്കെ, അടുത്ത എല്ലാവരും പറ്റുന്ന ഒരു തെറ്റാണ് ഈ ഇൻഫർമേഷൻ എന്നുള്ള സാധനം. നമ്മൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ ഇൻഫർമേഷൻ ശരിയായിരുന്നു, അല്ലെങ്കിൽ ആ ഇൻഫർമേഷൻസ് എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ അത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ അതിന് ഇൻഫർമേഷൻ എന്ന് പറയില്ല, ഇൻഫർമേഷൻസ് എന്ന് പറയില്ല. ഇൻഫർമേഷൻ തന്നെ ഒരു പ്ലൂറൽ വേർഡാണ്. അപ്പോൾ അത് നമ്മൾ പലരും തെറ്റിച്ച് കാണാറുണ്ട്. അവിടെയും ഈസ് തന്നെയാണ് വേണ്ടത്. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് പറയാനുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്. Please do like, share and subscribe. Bye.